വാപ്പി ഇഷ്ട? പിന്നെ പെരുത്തിഷ്ടായി. സൂപ്പർ വാപ്പി. ഇത് വാപ്പിയുടെ ഡിസൈൻ, വാപ്പിയുടെ ആശയങ്ങൾ വെച്ച് വാപ്പി തന്നെ വരച്ച് തയ്ച്ചെടുത്ത സ്വന്തം ഡിസൈൻ. ഇനി മോളിരുന്ന ഡ്രസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് ആവശ്യക്കാർ ഇവിടെ അന്വേഷിച്ച് വരണം. എന്റെ മോളാ ഇനി എന്റെ മോഡല്. അതെനിക്ക് പിടിച്ചു വാപ്പി. ഇനി മോഡൽ ആമരയുടെ ഡ്രസ്സ് കണ്ട് കൊതിച്ച് ആൾക്കാര് വാപ്പിയുടെ അടുത്തെത്തും. ഇല്ലെങ്കിൽ ഞാൻ എത്തിക്കും. അല്ലേ ഉമ്മ? മോളെ, വാപ്പിയുടെ ഡിസൈന്റെ പേരെന്താന്നറിയോ? അറിയാം, ആമിര. ചിക്കൻ ഫ്രൈ. നല്ല വിശപ്പ്. വെച്ചോണ്ടിരിക്കാതെ വേഗം കഴിക്കുമോനെ. എന്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോയി. ഉമ്മ, എനിക്ക് ലെഗ് പീസ് ഇല്ലേ? അയ്യോ എന്റെ മോനെ, അതിന്റെ കുഞ്ഞിന് കൊടുത്തടാ. കുടുംബത്തിൽ നിന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് എനിക്ക്. പാപ്പ, കുടുംബത്തിൽ നിന്ന് വേണ്ട, നമുക്ക് പുതിയൊരു ബന്ധമല്ലേ വേണ്ടത്. ഞാൻ സെറ്റാക്കും പാപ്പ. 4 മാസം കൂടെ ഉണ്ടല്ലോ ഇവിടെ. ഇക്ക, നിങ്ങൾ നോക്കിയേ. കറക്റ്റല്ലേ? നമുക്കോട്ടെ. അല്ല ബഷീറേ, മോന്ത കാണാൻ എത്രയും വലിയ കണ്ണാടിയാ. മുഖം മാത്രമല്ലടോ, ഇടക്ക് മുഴുവനോടെ ഒന്ന് കാണുന്നതല്ല. ഈ ഒന്ന് വന്ന് നോക്കിയേ. ഇപ്പോളാ? എപ്പോഴാണെങ്കിലും ഈ ഇങ്ങനെ തന്നെയല്ലേ. വാ. എന്നാ പിന്നെ അതൊന്നാണ് കാണാ. വാ നോക്ക്. എങ്ങനെയുണ്ട്? ആകെ ഒരു പഴകിയ മാതിരി ഉണ്ടല്ലേ ബഷീറേ? പണ്ടല്ലേ ഈ ഒരു തോന്നലുണ്ടാക്കാനാ ഇവിടെ കണ്ണാടി വെച്ചത് അല്ലേ? ഈ എന്തിനാ എപ്പോഴും ഇങ്ങനെ പഴഞ്ചനാടി ജീവിക്കുന്നത്? ഇല്ലാഞ്ഞോട്ടൊന്നും അല്ലല്ലോ. എൻ്റെ ഒരു ദിവസത്തെ ലാഭത്തിന്റെ പകുതി മതി നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചിടാൻ. നല്ല ഡ്രസ്സ് വിട്ട് മൊഞ്ചനായി ഈ വെക്കുന്ന മീൻ പോലെ ഫ്രഷ് ആയിട്ട് കച്ചവടത്തിന് ഇറങ്ങി നോക്ക്. 2 വീട്ടുകാരെങ്കിലും കൂടുതൽ മീൻ വാങ്ങിക്കും, ഉറപ്പ്. മാത്രമല്ല എൻ്റെ പേരക്കുട്ടികളെ അവരുടെ ചങ്ങായിമാരെ വഴി വെച്ച് കണ്ട പരങ്ങി നിൽക്കാതെ ധൈര്യമായിട്ട് എന്ന് അവരെ ഒന്ന് കൊഞ്ചിക്കുകയും ചെയ്യാം. ബഷീറേ, ഞാൻ ടേപ്പിനെടുത്താ, എന്നിട്ട് ഇന്നൊരളവ് എടുക്ക്. എന്നിട്ട് എനിക്ക് പറ്റിയൊരു തുണി എടുത്തിട്ട് ഇജന്നെ ഒരു കുപ്പായം അടിച്ചെന്നാ. അല്ല പിന്നെ അതാണ്. ഇതെന്താ വാപ്പി കണ്ണാടിയൊക്കെ? പൊന്നു മോളെ, ഞാനതൊന്ന് ചോദിച്ചാനാ ഈ അളവെടുപ്പ് ഇവിടെ നടക്കണേ. ഇവനെ അമ്മേ, ഞാൻ ഇപ്പൊ വരെ. എന്നാ ബഷീറേ, ഞാനൊരു ചാടിച്ചിട്ട് ഇപ്പൊ വരാം. ഇപ്രാവശ്യത്തെ പെണ്ണാണല്ലോ ശരിയാ കേട്ടാ. നിങ്ങൾ എന്ത് മാതിരിക്കാണ് ഈ ഷർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്റെ പെണ്ണിനും വീട്ടുകാർക്കും എന്നെ ഇഷ്ടായിന്ന്. എന്റെ കുറവുകളൊന്നും ചൂന്ന് കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. പെട്ടെന്ന് വേണം, എല്ലേ ശരിയാവില്ല. എല്ലാം പറഞ്ഞിട്ടോളം മനസ്സാരെങ്കിലും മാറ്റിയാലോ. 21ാമത്തെ പെണ്ണ് കാണല ഇത്. ഇനി കഴിയൂല. എന്നാ പോട്ടേക്കാ. ഇതുപോലത്തെ കുറച്ച് ഷർട്ട് വേണ്ടി വരൂട്ടാ. വാപ്പി, ആ ചേട്ടൻ പറഞ്ഞ ഷർട്ടിലെ മാന്ത്രികം എന്താ? ആ പെണ്ണ് കാണാൻ പോയി സന്തോഷത്തിൽ വന്ന ആ ചേട്ടനില്ലേ, വാപ്പി ഷർട്ടിൽ എന്തോ. പത്മരാജൻ ഓന്റെ ഇടത്തെ കൈക്ക് ഇത്തിരി നീളം കൂടുതലാ. അതുകൊണ്ട് അവന്റെ തോള് എപ്പോഴും ഇങ്ങനെ ഒരുപാട് ചരിഞ്ഞ കിടക്കുള്ളൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നവർക്കും അവന്റെ ബോഡിയുടെ പ്രശ്നം അറിയാൻ പറ്റും. അതിന് ബാപ്പി ചെയ്തെന്താണെന്നറിയോ? ഓന്റെ ഷർട്ടിന്റെ ഷോൾഡർ തയ്ക്കുമ്പോ അതിനകത്തൊരു കമ്പിയും ഒരു പാഡും വെച്ച് സ്റ്റിച്ച് ചെയ്തു. അപ്പോ തോള് എത്ര ഇടിഞ്ഞു കിടന്നാലും
ഷർട്ട് അങ്ങനെ പൊങ്ങി നിൽക്കും. അതുകൊണ്ട് എന്തായി, ആരും അവന്റെ കുറവ് കണ്ടില്ല. ഇപ്പൊ ആരും ചോദിക്കാത്തതുകൊണ്ട് പത്മനാഭൻ തന്നെ മറന്നു കാണും. വാപ്പി സത്യത്തിൽ അതൊരു പറ്റിക്കലല്ലേ? എന്ത് പറ്റിക്കല്? ആ കുറവ് കൊണ്ട് അവന് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടില്ല, കാണുന്നവർക്ക് ആ ബുദ്ധിമുട്ട്. അപ്പോ അതിനുള്ള അവസരം ഇല്ലാണ്ടാക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അപ്പോ കുറയ്ക്ക് നമ്മുടെ കുറ്റവും കുറവും ഇടുന്ന ഉടുപ്പോണ്ട് മറയ്ക്കാൻ പറ്റുമല്ലേ വാപ്പി? പിന്നല്ലാതെ. അത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ നല്ലത് തുറന്നു കാണിക്കാനും ഉടുപ്പിന് പറ്റും. ഇപ്പതേ ഈ തട്ടമിട്ട ആമരക്കുട്ടിയെ കാണാൻ എന്ത് ചേല. എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ഈ തട്ടത്തിനകത്ത് ജീവിക്കണമെന്ന് വാപ്പി പറയൂല. അതെന്താ വാപ്പി, തട്ട അത്രക്ക് മോശ? മോശമല്ല, പക്ഷെ മാറ്റം വേണം. എന്തിന്? നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ കാലാവസ്ഥക്കനുസരിച്ചുള്ള മാറ്റം, നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള മാറ്റം. ഇപ്പതേ നമ്മുടെ PT ഉഷ അവര് സാരി കൊടുത്തിട്ട് ഓടി എങ്ങനെ ഉണ്ടാവും? അതുപോലെ നമ്മുടെ സാനിയ മിർസ തട്ട് ഇട്ടുകൊണ്ട് ടെന്നീസ് കളിച്ച് എങ്ങനെ ഉണ്ടാവും? ജോറായിരിക്കൂലേ? അതാ ഓരോ ജോലിക്കും അതിനിണങ്ങുന്ന വേഷം. അത് ശരിയാണല്ലോ വാപ്പി. അപ്പൊ സമയത്തിനനുസരിച്ചുള്ള മാറ്റമൊക്കെ നമുക്ക് വേണമല്ലേ? ആ? വേണമല്ലോ. അതൊക്കെ എന്റെ പൊന്നു മോൾക്ക് സമയമാകുമ്പോ മനസ്സിലാവും. ഓക്കെ? കേട്ടോ, കാലൊന്ന് പൊക്കി വെക്കുമ്പോ അടച്ചോടിയിട്ട് വെളിച്ചെട തീർത്ത്. അല്ലാ. ഇതെങ്ങനെ നടക്കും? മിണ്ടാണ്ടിരിക്കും. ഓ, ഒരു വാപ്പയുടെ മോള്. അയ്യോ പതുക്കെ. പഠിച്ചോനെ, നാണം കെടുത്തല്ലേ. ആ മോളെ, മൈദ പൊട്ടി മണം വരുമ്പോ തീയൊന്നും അണച്ചേക്കണേ. ശരി വാപ്പി. നോക്കിക്കെടുത്തില്ലെങ്കിലേ അതുകൊണ്ടാ കറി കേടായെന്ന് എന്റെ വാപ്പി പറയുവേ. ഉമ്മ വെക്കണ കോഴിക്കറിനേക്കാളും നന്നാവുന്നുള്ള ബേജാറാവും ഉമ്മയ്ക്ക്. ആഹാ, ഒന്ന് പോടി അത് വന്നേ. തന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്റെ കെട്ടിയോളെ കുശുമ്പിക്കളി.